നമസ്കാരം മൈ ലവ്ലി പീപ്പിൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ പേര് ശ്രുതി ആൻഡ് വെൽക്കം ടു മൈ യെറ്റ് അനദർ വ്ലോഗ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ഫോർ മൈ പ്രീവിയസ് വീഡിയോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 195 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഞാനൊരു ഓഫ് ഡേ എടുത്ത വ്ളോഗാണ്. രാവിലെ ഒക്കെ എണീക്കണമെന്ന് ഓർത്തു, പക്ഷേ എണീറ്റ് വന്നപ്പോൾ മണി 2 ഗൈസ്. ഇന്നലെ വളരെ ലേറ്റായിട്ട് ഞങ്ങളൊരു മൂവിയൊക്കെ കണ്ടിട്ടാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലേറ്റായിട്ട് തന്നെ ഇന്ന് എണീറ്റത്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പൊതച്ച് മൂടി കിടന്നുറങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീല് തന്നെ. എണീറ്റ് കഴിഞ്ഞാൽ ചായ ഞങ്ങൾക്ക് രണ്ടാൾക്കും നിർബന്ധം. അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കുന്ന ടൈമിൽ തന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പുറത്ത് പോകണം. നമ്മുടെ 2 ബൾബ് അടിച്ചു പോയിട്ട് കുറച്ച് ദിവസമായി. അത് വാങ്ങണം എന്ന് ഓർത്തിട്ട് ഇപ്പോൾ ഡേയ്സ് കുറേ ആയി പോണേ. സോ അത് വാങ്ങാൻ പോകണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പല്ലൊക്കെ തേച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് ഓർത്തു. സ്കിൻ കെയർ ഡെയിലി ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല. ഭയങ്കര മടിച്ചിയാണ് ഞാൻ. പക്ഷേ സ്കിൻ കെയർ ചെയ്യണേ എല്ലാം നല്ല വൃത്തിക്ക് ചെയ്യും. സോ സ്കിന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ സെറാവിയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് ലവ് ദിസ് ഫേസ് വാഷ് സോ മച്ച്. ഓയിലി സ്കിൻകാർക്ക് പിന്നെ കുറച്ച് ആക്നി മാർക്സ് ഒക്കെ ഉള്ളവർക്ക് ഈ ഫേസ് വാഷ് ഭയങ്കര സൂപ്പറാണ്. നമുക്കപ്പോൾ ബാക്കി സ്കിൻ കെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ലിപ് ബാം. അതിടുന്നുണ്ട്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. വാസലിൻ്റെ ആണ് ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇത് ഓർഡിനറി ഗ്ലൈക്കോളിക് ആസിഡ്. ഞാൻ ഇത് ടോണറായിട്ടാണ് യൂസ് ചെയ്യണത്. എനിക്കിത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് നൈസിനമൈഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലിയാണ്. സോ ദിസ് വർക്ക്സ് ഫോർ മീ. മോയ്സ്ചറൈസറായിട്ട് ക്യുആൻഎൻ്റെ സാലിസിലിക് ആസിഡ് ലോഷനാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ സൺസ്ക്രീൻ ഇടുന്നുണ്ട്. ഒരു കാര്യം ഇട്ടിട്ട് ഇവിടെ സണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ എന്നാലും നമുക്ക് കുറച്ചിടാം. ഇത് കുറച്ചൊരു ഓയിലി ടൈപ്പാണ്. സോ മേക്കപ്പിനും ബേസായിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ഡ്രസ്സിലോട്ട് കിടക്കാം. ഞാനപ്പോൾ ഈ ഗ്രീൻ കളർ സ്വെറ്റർ കൈൻഡ് ടോപ്പാണ് ഇടുന്നത്. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ ഇനിയപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഞാനിവിടെ പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഓയിൽ കൺട്രോൾ പ്രൈമറാണ് ഇടുന്നത്. ഇത് പോഴ്സൊക്കെ ഫില്ല് ആവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് വന്നിട്ട് മേബിലിൻ്റെ സ്കിൻ ടിൻറ്റ്. ഞാൻ ഫൗണ്ടേഷൻ നിർത്തിയിട്ട് ഒരുപാട് കാലമായി. സ്കിൻ ടിൻറ്റിലോട്ട് മാറിയിട്ട് പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. ഇത് സ്കിന്നിൽ ഇട്ടിട്ടുണ്ടെന്നേ തോന്നത്തില്ല. അടിപൊളിയാണ്. 17 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് അണ്ടർ ഐസിൽ മാത്രമായിട്ട്. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാനിവിടെ വന്നിട്ട് ത്രെഡേ ചെയ്തിട്ടില്ല. ജസ്റ്റ് പ്ലക്കർ കൊണ്ട് പ്ലക്ക് ചെയ്യുന്നല്ലാണ്ട്. പക്ഷേ ഐബ്രോസ് മിക്കപ്പോഴും ഞാൻ ഫില്ല് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലഷ്. ഞാനിവിടെ ഒരു വാട്ടർ ടിൻ്റാണ് അപ്ലൈ ചെയ്യണത്. ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ചീക്സിലിടുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര പാച്ചി ആയിട്ട് ഇരിക്കും ഞാൻ ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ. ഇത് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും. ഇറ്റ് വോണ്ട് ഗോ അവേ അറ്റ് ഓൾ. പിന്നെ ഞാൻ ഏതോ ലിപ്സ്റ്റിക് എടുത്തിട്ട് ഐ ഷാഡോ ആയിട്ട് ഇടുന്നുണ്ട്. ഡോണ്ട് ഡു ഇറ്റ് ഗൈസ്. ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ യുവർ ഐസ്, ബട്ട് ഐ സ്റ്റിൽ ഡു ഇറ്റ് ബിക്കോസ് നോബഡി കെയർസ്. പിന്നെ ഞാനൊരു ഐ പെൻസിൽ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊക്കത്തും താഴെയായിട്ടും. എത്ര കുറേ ഐലൈനർ ട്രൈ ചെയ്താലും ഐ വിൽ ഗോ ബാക്ക് ടു ദ ക്ലാസിക് ലാക്മെ ഐലൈനർ. എനിക്ക് പേഴ്സണലി ഈ ഐലൈനറിൻ്റെ അത്രയും വൈബ് വേറൊരു ഐലൈനറും തന്നിട്ടില്ല. എന്താണെന്നറിയില്ല. ഏതൊക്കെ യൂസ് ചെയ്താലും അവസാനം ഇതിൽ തന്നെ വരും. എനിക്ക് ആകെ ഇഷ്ടമല്ലാത്തത് ആ ഐലൈനറിൻ്റെ ബ്രഷാണ്. സോ ഞാൻ വേറൊരു ഐലൈനറിൻ്റെ ബ്രഷ് എടുത്തിട്ടാണ് വിങ്സ് വരയ്ക്കുന്നത്. കുറച്ച് പ്രിസൈസ് ആയിട്ടുള്ള ബ്രഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബ്രഷ് കുറച്ച് തിക്കാണ്. അത് കാരണം നമുക്ക് എന്താ പറയുക, വിങ്സ് വരയ്ക്കുമ്പോൾ ബെറ്ററായിട്ട് അത്രയും കിട്ടാറില്ല. പിന്നെ ഞാനിവിടെ ലാഷസ് കേൾ ചെയ്യുന്നുണ്ട് ടു അപ്ലൈ മൈ ഫേവറേറ്റ് തിങ് ഇൻ ദ വേൾഡ്, ലാഷ് പാരഡൈസ് മസ്കാര. ഈ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫേക്ക് ലാഷസ് ഒക്കെ വെച്ച് ഒരു എഫക്റ്റ് കിട്ടും. നല്ലപോലെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കാം. വൺ ഓഫ് ദ തിങ്സ് ഐ കൻ നോട്ട് ലിവ് വിത്തൗട്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റിമ്മലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇതൊരു അടിപൊളി ബ്രൗൺ ഷെയ്ഡാണ്. കൈൻഡ് ന്യൂഡ്. ക്യാമറയിൽ കുറച്ചുകൂടി ന്യൂഡായിട്ട് തോന്നും, പക്ഷേ ഇത് കുറച്ചുകൂടി ഡാർക്കാണ് നേരിട്ട് കാണുമ്പോൾ. ഞാൻ സെറ്റിംഗ് പൗഡർ വെച്ച് ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് മൊത്തം. ഇനി ഞാൻ കുറച്ച് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ഷുഗറിൻ്റെ ആണ്. ഞാൻ കുറച്ച് ഇന്നർ കോർണേഴ്സിലും ചീക്ക് പോയിൻസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിലി സ്കിൻ ആയതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ നല്ല പോറായിരിക്കും. സോ ഗൈസ്, മൈ മേക്കപ്പ് ഈസ് ഡൺ. ഇതാണിപ്പോൾ ഫൈനൽ ലുക്ക്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മേക്കപ്പ് ചെയ്യണേ, വിച്ച് ഫെൽറ്റ് ഗുഡ്. ഹെയർ നല്ല ഓയിലി ആയിട്ടായിരിക്കണേ, സ്കാൽപ്പൊക്കെ. സോ ഞാനിവിടെ കുറച്ച് ഡ്രൈ ഷാമ്പൂ എടുത്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആക്സസറീസ് ആയിട്ട് ഞാൻ അധികം ഒന്നും ഇടുന്നില്ല. ചെറിയൊരു ഇയറിംഗ് മാത്രം ഇടണേ. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക് ഗൈസ്. സോ അപ്പോൾ നമുക്കിനി പോവാം.
ജസ്റ്റ് പാലം കഴിഞ്ഞാൽ നമ്മുടെ റീറ്റെയിൽ പാർക്ക് പെട്ടെന്നെത്തും. ഇറ്റ്സ് കൈൻഡ് ലൈക്ക് എ ഷോപ്പിംഗ് സെന്റർ. കാര്യം നമ്മൾ 2 ബൾബ് വാങ്ങാനാണ് വന്നെങ്കിലും ബാക്കി ഷോപ്പൊക്കെ കാണുമ്പോൾ കയറാണ്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക്. സോ ഇതാണ് JD സ്പോർട്സ്. ഇവിടെ ഷൂസ്, ജാക്കറ്റ്, ഹുഡീസ് എല്ലാം കിട്ടും. അതും എല്ലാം ബ്രാൻഡിൻ്റെ. ഞങ്ങൾ ഷൂസൊക്കെ മിക്കപ്പോഴും വാങ്ങാറുള്ളത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരുപാട് കളക്ഷനും ഒരുപാട് ഓഫേഴ്സൊക്കെ വരാറുണ്ട്. ഇനി ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ്. യെസ്, ഇതാണ് ഗൈസ് എൻ്റെ സ്വപ്ന ലോകം. ഈ ഷോപ്പിൽ കയറാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ആ പറഞ്ഞത് സത്യം. കുറച്ച് മേക്കപ്പ് ഐറ്റംസ് അവിടെ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് അപ്പുറത്തെ ഒരു പെറ്റ് ഷോപ്പിലേക്കാണ്. ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ ആൾക്കാർ. ഇവർക്കൊക്കെ വലിയ ഡിമാൻഡ്. അങ്ങനെ അവരോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹായ് ഗായ്സ്, വന്ന കാര്യം നടന്നിട്ടില്ല, അങ്ങോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്കായിരുന്നു ആദ്യം വരേണ്ടത്, പക്ഷെ ബാക്കി ഷോപ്സിൽ കയറിയില്ലെങ്കിൽ അവർക്കൊക്കെ വിഷമാവില്ലേ. പിള്ളേരെക്കാളും കഷ്ടമാണ്, എന്ത് പറയാനോ. സോ ഈ ഷോപ്പ് വന്നിട്ട് ഒരു ഹോംവെയർ ഷോപ്പാണ്. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ് ഇവിടെ എല്ലാം ഉണ്ട്. സോ നമുക്ക് വേണ്ടത് 2 ബൾബാണ്. നമ്മളത് വേഗം പർച്ചേസ് ചെയ്തിട്ട് വേഗം ഇവിടെ നിന്ന് ഇറങ്ങാം. സോ ബൾബൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇറങ്ങി. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ദിസ് ഈസ് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് അവർ ഡേ. സോ റേഞ്ചിൻ്റെ അടുത്ത് തന്നെ ബർഗർ കിങ് ഉണ്ടായി. നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. ഒരു സ്ട്രോ കിട്ടിയാൽ പോലും വെറുതെ വിടാൻ പറ്റില്ല. ഇവിടുത്തെ ഈ ബർഗറിനേക്കാളും എനിക്കിഷ്ടം ഈ ഫ്രൈസ് ആണ്. അടിപൊളിയാണ്. അങ്ങനെ ബർഗറൊക്കെ കഴിച്ച് അവിടെ നിന്ന് വയർ ഫുള്ളായപ്പോൾ ഞങ്ങൾ പയ്യെ ഇറങ്ങി. തണുപ്പായി തുടങ്ങി. രാത്രിയായാൽ പിന്നെ ഇവിടുത്തെ തണുപ്പിൻ്റെ കാര്യം പറയണ്ട. ഞാൻ ദേ ഹൂഡിയൊക്കെ എടുത്തിടുന്നുണ്ട്. നല്ല തണുപ്പായി. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വ്ലോഗ് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ, സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.